Hello guys, I am Atmajan and welcome back to my channel Superness. ഇതവണ സൂപ്പർനെസ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ് എൻ്റർടൈൻമെൻ്റ് ഒരു പുതിയ മാർവൽ എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. ഫൈനലി ദ റിയൽ മാർവൽ ജീസസ് ബാക്ക് ഗൈസ്. RDGS ബാക്ക് ടു ദ MCU ബേബി. സോ ഗൈസ്, നമുക്കെല്ലാവർക്കും അറിയാം സാൻഡിയേഗോ കോമിക്കോണിൽ വെച്ച് നമ്മുടെ മാർവൽ കുറേ നാൾക്ക് ശേഷമാണ് ഓളജ് പാനലിലോട്ട് തിരിച്ചുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സാൻഡിയേഗോ കോമിക്കോണിൽ ഹോളജ് പാനലിൽ വെച്ച് നമുക്ക് കിട്ടിയ മാർവൽ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി അടുത്തുള്ള ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. സോ ഈ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള 2 മേജർ അപ്ഡേറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് പറയുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമയുടെ ടോൺ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സിവിൽ വാറിലൊക്കെ കണ്ട പോലത്തെ ഒരു പൊളിറ്റിക്കൽ സൈഡ് ഓഫ് സ്റ്റോറി പറയുന്ന ഒരു സ്റ്റോറി ഉണ്ടാകുന്ന ഒരു മൂവിയാണ് ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡ്. സോ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗിയാൻസിനോ എസ്പോസിറ്റോ എന്ന് പറയുന്ന ആക്ടർ ഏത് റോളായിരുന്നു ഈ ഒരു മൂവിയിൽ പ്ലേ ചെയ്യുന്നതെന്ന് നമുക്ക് മുമ്പ് അറിയില്ലായിരുന്നു. ഇപ്പം നമുക്ക് കൺഫേം ആയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ദ സർപ്പൻറ്റ് സൊസൈറ്റിയിലെ സർപ്പൻറ്റ് കിങ് എന്ന് പറയുന്ന റോളിലാണ് വരാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ ഒരു മൂവിയിലൂടെ നമ്മൾ ടിയാമറ്റിലൂടെ അഡമാൻറ്റിയം എന്താ പറയുക MCUലോട്ട് വരുന്നു എന്നുള്ളൊരു കാര്യം ഒരു ഫുട്ടേജ് അവിടെ നമ്മുടെ സാൻഡിയേഗോ കോമിക്കോണിൽ കാണിക്കുകയുണ്ടായി. അതിലൂടെ കൺഫേം ആയതാണ് ഈ അഡമാൻറ്റിയം MCUലോട്ട് വരാൻ പോകുന്നു, അത് അവർ സോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് തണ്ടർ ബേർഡ്സ് എന്ന് പറയുന്ന മൂവിയെ കുറിച്ചാണ്. സോ തണ്ടർ ബേർഡ്സ് എന്ന് പറയുന്ന മൂവി കുറിച്ച് പറയുന്നതിന് മുമ്പ് തണ്ടർ ബേർഡ്സ് എന്തെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. സോ ഈ തണ്ടർ ബേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാർവലിലെ ഈ ഒരു വില്ലൻ ഗ്രൂപ്പാണ്. നമ്മുടെ DCയിലെ സൂസൈഡ് സ്ക്വാഡൊക്കെ പോലെ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു തണ്ടർ ബേർഡ്സിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോമിക് ഒറിജിൻസും കാര്യങ്ങളും പറയുന്നുള്ള ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. സോ നിങ്ങളെന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തേക്കുക. സോ അതെന്താ പറയുക, തണ്ടർ ബേർഡ്സിൻ്റെ ഒരു ഫുട്ടേജും ഫസ്റ്റ് ലുക്ക് ഫുട്ടേജും അവിടെ കാണിക്കുകയുണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇനിയാണ് ഗൈസ് നമ്മൾ മാർവൽ ഫാൻസ് എല്ലാവരും ഇന്നലെ എണീറ്റപ്പം നമുക്ക് കിട്ടിയൊരു വലിയ സർപ്രൈസാണ്. അതായത് അവഞ്ചേഴ്സ് 5നെ കുറിച്ചുള്ള ഒരു കാര്യം. അതായത് അവഞ്ചേഴ്സ് 5 ഇതിനു മുമ്പ് അറിയപ്പെട്ടിരുന്നത് അവഞ്ചേഴ്സ് ക്യാങ് ഡൈനാസ്റ്റിയാണ്. നമ്മുടെ ക്യാങ്ങായിട്ട് അഭിനയിച്ചിരുന്ന ആക്ടറിൻ്റെ ഒരുപാട് കേസൊക്കെ ഉള്ളതുകൊണ്ടാവണം ഇപ്പോൾ ഈ ഒരു എന്താ പറയുക മൂവിയുടെ പേര് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്നാണ്. നമ്മൾ ഡോക്ടർ ഡൂമായിട്ട് എത്തുന്നതായിക്കോട്ടെ സാക്ഷാൽ റോബർട്ട് ഡൗണി ജൂനിയറും. അതെ ഗൈസ്, നമ്മൾ റോബർട്ട് ഡൗണി ജൂനിയർ MCUലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ആസ് എ വില്ലൻ. വിക്ടർ വാൻ ഡൂമായിട്ട് നമ്മളിനി RDJ ആയിരിക്കും കാണാൻ പോകുന്നത്. സോ അത് മാത്രമല്ല, ഈ ഒരു മൂവിയിൽ മാത്രമല്ല, അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലും അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലും വില്ലനായിട്ട് വരാൻ പോകുന്നത് RDJയുടെ വിക്ടർ വാൻ ഡൂം അഥവാ ഡോക്ടർ ഡൂം തന്നെയാണ്. അത് മാത്രമല്ല, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലെയും അതേ സെയിം റൈറ്റർ തന്നെയാണ് ഈ 2 പടങ്ങളും എഴുതാൻ പോകുന്നത്. അത് മാത്രമല്ല ഗൈസ്, നമ്മളെയൊക്കെ എന്താ പറയുക ഒരു വികാരമായിട്ടുള്ള ദ റൂസോ ബ്രദേഴ്സ്, ആ 2 ചേട്ടന്മാരാണ് ഈ ഒരു 2 മൂവീസും ഡയറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ചേട്ടന്മാരെന്നൊക്കെ ഞാൻ പറഞ്ഞത് അത്രയധികം നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. സോ ഇനി നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫെൻറ്റാസ്റ്റിക് ഫോറിനെ കുറിച്ചാണ്. ഈ മൂവിയുടെ പേര് ഫെൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നാണ്. ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കുറച്ച് ഫുട്ടേജൊക്കെ അവിടെ കാണിക്കുകയുണ്ടായി. പക്ഷേ അതൊന്നും ഇതുവരെ റിവീൽ ആയിട്ടില്ല ഒഫീഷ്യലി. എന്താ പറയുക, ഈ മൂവിയിൽ വില്ലനായിട്ട് വരാൻ പോകുന്നത് സാക്ഷാൽ ഗലാക്ടസ് ആണ്. ഗലാക്ടസ് ആണെന്ന് ഞാൻ മാർവൽ ഫാൻസിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. അത് മാത്രമല്ല, ഈ ഒരു മൂവിയുടെ അവസാനം ചിലപ്പോൾ നമ്മളെ ഡോക്ടർ ഡൂമിനെ ടീസ് ചെയ്തേക്കാം. ഈ ഒരു മൂവിയുടെ ഡയറക്ടറിൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും തൽക്കാലം പറയാൻ നിർവാഹമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
എന്തൊക്കെ തന്നെയായിരുന്നാലും ഫെൻറ്റാസ്റ്റിക് ഫോർ ഒരു അടിപൊളി മൂവി ആയിരിക്കും. 60s, അതായത് 1960സിലായിരിക്കും ഈ ഒരു മൂവി സെറ്റ് ചെയ്യുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ ഈ ഒരു മൂവിയുടെ കാസ്റ്റൊക്കെ നേരത്തെ തന്നെ റിവീലായതാണ്. അത് മാത്രമല്ല ഈ ഒരു മൂവിയിൽ ഗലാക്ടസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഗലാക്ടസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക്. സോ ഗലാക്ടസ് ആയിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത് വളരെ നല്ലൊരു ആക്ടർ തന്നെയാണ്. സോ എന്തൊക്കെയായിരുന്നാലും ഗൈസ്, ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഹാളച്ച് പാനലിൽ വച്ച് നമുക്ക് കിട്ടിയ മാർവൽ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ തന്നെയായിരുന്നാലും ഒരു കിഡ്കാച്ചി അപ്ഡേറ്റ്സ് തന്നെയായിരുന്നു ഇതെല്ലാം. സോ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുണ്ടായിരുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും ഉണ്ടാകും. അതില്ലെങ്കിൽ സൂപ്പർ എന്റർടൈൻമെന്റ്, നമ്മളാണ് സൂപ്പർ ഹീറോസ്.